തിരമാല നിലക്കാത്ത കടല് പോലെയാണ് വടകരയുടെ സ്നേഹമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടലോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാമുള്ള നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്ന്. ഇത് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല. ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ, ഈ വിജയത്തിന്റെ നേരവകാശികൾ. ഈ വിജയം അത്യുജ്വലമായ വിജയം, ഒരുപാട് ദുരാരോപണങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം, വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം, വർഗീയ പ്രചരണങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ വിജയം, ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വടകരയിൽ മാർച്ച് 10-ാം തീയതി കാലുകുത്തിയപ്പോ അന്ന് തൊട്ട് ഇതാ ഇപ്പൊ ഈ നട്ടുച്ച വെയിലിനെ വകവയ്ക്കാതെ ഇപ്പൊ വരെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു നിൽക്കുകയാണ്. ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു, ഞാൻ 10-ന് വടകരയിൽ വന്നു, 11-ന് ഞാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറുടെ അടുക്കലേക്ക് പോയി, 12-ന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, 13-ന് തിരിച്ചു വന്ന് ഇവിടെ 14-ന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരാമ്പ്രയിലെ ഒരു കടല് പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു. ഇന്നിപ്പോ വടകരയിലെ സ്വീകരണം കഴിഞ്ഞ് ആദ്യം ഇവിടെ വരുമ്പോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ വകവയ്ക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ, എന്റെ പ്രിയപ്പെട്ട ആവേശമായ യുവ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ, ഗുരുകാരണവന്മാർ, നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഈ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നേതാക്കന്മാരുടെ പ്രസംഗം അഭിമാനത്തോടെ ഞാൻ കേട്ടുനിന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ ഓരോരുത്തരും, പ്രിയപ്പെട്ട അശോകം മാഷും മുനീർ കെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടെ പ്രസംഗിച്ച ബാലേട്ടനും അതുപോലെ തന്നെ പുന്നക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ നേതാക്കന്മാരെല്ലാവരും അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു. ഞാൻ അഭിമാനത്തോടെ കേട്ടുനിന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് ഒരു കലാപത്തിനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്ത ഒരു അക്രമത്തിനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് എതിരാളികളുടെ വീട്ടിലേക്ക് ബോംബെറിയാനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് വർഗീയത പറയാനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്യുന്നത് വിഭാഗീയത പറയാനല്ല, അവരിവിടെ പറഞ്ഞത് വടകരയിലെ ജനങ്ങളെ ഒന്നായി കണ്ട് ചേർത്ത് പിടിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇവിടെ വേണുവെട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് UDF-നും RMP-ക്കുമേ ഈ മണ്ണിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രചരണങ്ങളെയാണ് നമ്മൾ അതിജീവിച്ചത്, എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയേണ്ടി വന്നത്. ഞാൻ വടകരയുടെ മണ്ണിൽ കാലുകുത്തിയ 10-ാം തീയതി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് 11-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കം DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ഒരാളുടെ മുന്നിൽ എത്തിയിട്ട ഈ പേരാമ്പ്രക്കാരനായ ഒരാളുടെ മുന്നിൽ ഞാൻ ഇനി പേര് പറഞ്ഞ് അതിലേക്ക് വിദ്വേഷവും കലാപവും ഒന്നും കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ മുന്നിലൊന്നും തമ്മിലടിക്കാൻ വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ പറഞ്ഞവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് 6% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും 3.5% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് 1.91% വോട്ടിന് തോൽക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒരേ മറുപടിയാണ്. ആ മറുപടി ഞാൻ ആവർത്തിക്കുന്നു. എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ സർവേകളിലുമല്ല, നമ്മുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള സർവേകളിലുമല്ല, നമ്മുടെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എന്ന് ഉറച്ചു പറഞ്ഞവരാണ് നമ്മൾ. അത് നമ്മളെ കൈവിടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാവരും ഭൂരിപക്ഷം പ്രഖ്യാപിച്ചവരാണ്. ഭൂരിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചവരാണ് ഈ ഇരിക്കുന്നവർ. 1,00,000-ന്റെ മുകളിൽ 1,00,000-ന്റെ മുകളിൽ എന്നിവരിങ്ങനെ ആവർത്തിച്ചു പറയുമ്പോഴും
നിങ്ങളെ കാണുമ്പോൾ എനിക്കും തോന്നുമായിരുന്നു സംഭവം ഇവര് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാ നിൽക്കുന്നത് എന്നുള്ളത് എനിക്കും തോന്നുമായിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥിയാണല്ലോ, എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും. അപ്പോഴും ഇവര് രണ്ടാളും ഇവര് മൂന്നാളും ഇവര് നേതാക്കന്മാരെല്ലാവരും പറയും ഒന്നിന്റെ മേലെ. ഇപ്പൊ ഞാൻ ഇടക്ക് പേഴ്സണലായിട്ടൊന്ന് പറയും, അല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇത്രയൊക്കെ കടത്തി പറയണോ? നമ്മളൊന്ന് ചെറുതായി പറഞ്ഞാൽ പോരെ? അപ്പൊ എന്നോട് ദേഷ്യപ്പെടും, നിങ്ങൾ എന്ത് വർത്താനായി പറയണ? ആൾക്കാർക്ക് എന്താ ഭ്രാന്തായിട്ടാണ് ഈ മഴയും വെയിലും കൊള്ളാതെ, മഴയും വെയിലും ഒന്നും പിന്നെ വകവയ്ക്കാതെ അവിടെ വന്നത്? അവരൊരു തീരുമാനമെടുത്ത ജനതയാണ്. നിങ്ങളെ കണ്ടിട്ടാണ് അവരും പറഞ്ഞത് ഇത് 1 ലക്ഷത്തിന്റെ മുകളിലാണെന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, ആ 1 ലക്ഷം ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ കനം നൽകുന്നില്ല. ആ 1 ലക്ഷം ഞങ്ങൾക്ക് ധിക്കാരത്തിന്റെ ഭാഷ നൽകുന്നില്ല. ആ 1 ലക്ഷം ഞങ്ങൾക്ക് ധാർഷ്ട്യത്തിന്റെ രീതികൾ നൽകുന്നില്ല. ആ 1 ലക്ഷം ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുന്നു. ആ 1 ലക്ഷം ഞങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. ആ 1 ലക്ഷം ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. ആ 1 ലക്ഷം ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള, കഠിനാധ്വാനം ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ കരുത്തു കൂട്ടുന്നു. ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്ന തീരുമാനം ഏതെങ്കിലും എതിരാളിയുടെ വീടിന്റെ മുമ്പിൽ പോയി പടക്കമറിയാനോ എതിർ സ്ഥാനാർത്ഥിയെ തെറിവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല. നമ്മൾ എടുക്കുന്ന തീരുമാനം ഈ ജയം നമുക്ക് തന്ന വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുതൽ പ്രവർത്തിക്കുക, നാടിന്റെ സമാധാനം കാക്കുക, വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് നാടിനെ ചേർത്ത് പിടിക്കുക, എല്ലാത്തിലും ഉപരി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടക്കാം. അതിൽ ആദ്യത്തെ ഒരു തീരുമാനം ഞാൻ ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. 1,14,506 നമ്മുടെ ഭൂരിപക്ഷം. ഞാനിതൊരു പ്രഖ്യാപനമല്ല, എൻ്റെ ഒരു പരിശ്രമമാണ്. ഈ 1,14,000